ലോക നേതാക്കൾക്ക് ഏറെ പ്രിയങ്കരനായ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം വിദേശ പര്യടനത്തിലാണ്. US സന്ദർശിച്ച് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം ബൈഡനോട് തന്റെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചതും ബൈഡന് സമ്മാനങ്ങൾ നൽകിയതുമെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം UN-ന്റെ ഭാവിക്കായുള്ള ഉച്ചകോടി പരിപാടിയിൽ പങ്കെടുക്കവേ ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിര അംഗത്വം പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ലോകത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐക്യം അനിവാര്യമാണ് എന്നും ഗ്ലോബൽ സൗത്തിനു വേണ്ടി നിലകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. UN-ന്റെ ഭാവിക്കായുള്ള ഉച്ചകോടി പരിപാടിയിൽ ആഗോള തലത്തിലെ വെല്ലുവിളികൾ നേരിടുന്നത് എങ്ങനെയെന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സുസ്ഥിര വികസനം വിജയകരമായി നടപ്പാക്കിയ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. 250 ദശലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. ഇന്ത്യയുടെ പൊതു ഡിജിറ്റൽ സംവിധാനത്തിൽ ലോകവുമായി പങ്കുവയ്ക്കാൻ ഇന്ത്യ സന്നദ്ധമാണ്. ഭീകരവാദം ആഗോള സമാധാനത്തിന് ഭീഷണിയായി തുടരുകയാണ്. സൈബർ, ബഹിരാകാശം, സമുദ്രങ്ങൾ എന്നിവ സംഘർഷത്തിന്റെ പുതിയ ഇടങ്ങളായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ ഉപയോഗത്തിന് നിയന്ത്രണം ആവശ്യമാണ്. പരമാധികാരവും അഖണ്ഡതയും നിലകൊള്ളുന്ന അത്തരം ആഗോള ഡിജിറ്റൽ ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു തടസ്സമല്ല, അതൊരു പാലമാകണം. ആഗോള നന്മയ്ക്കായി ഇന്ത്യ അതിന്റെ TPI പങ്കിടാൻ തയ്യാറാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നത് ഒരു പ്രതിബദ്ധതയാണ്. ഒരു വശത്ത് തീവ്രവാദം ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയുമായി തുടരുമ്പോൾ മറുവശത്ത് സൈബർ സുരക്ഷ, സമുദ്രം, ബഹിരാകാശം എന്നിവ പുതിയ സംഘടന വേദികളായി ഉയർന്നു വരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ആഗോള പ്രവർത്തനം അനിവാര്യമാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. മനുഷ്യരാശിയുടെ വിജയം നമ്മുടെ കൂട്ടായ ശക്തിയിലാണ്, യുദ്ധകളത്തിലല്ല. ആഗോള സമാധാനത്തിനും വികസനത്തിനും ആഗോള സ്ഥാപനങ്ങളിലെ പരിഷ്കാരങ്ങൾ പ്രധാനമാണ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതോടൊപ്പം 3 ഇരട്ടി ഉത്തരവാദിത്ത ബോധത്തോടെയാണ് 3ാം ടേമിനെ സമീപിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോങ് ഐലൻഡിലെ നവാസു കൊളീസിയത്തിൽ മോദി ആൻഡ് UN പരിപാടിയിൽ ഭാരത സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ജനവിധി വളരെ പ്രാധാന്യമുള്ളതാണ്. 3ാം ടേമിനെ വലിയ ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. 3 ഇരട്ടി ശക്തിയായാലും 3 ഇരട്ടി വേഗത്തിലും മുന്നേറണമെന്നും അതേപോലെ തന്നെ വികസിത ഭാരതം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ ജീവൻ നൽകാൻ കഴിഞ്ഞില്ല, എന്നാൽ ജീവിതം സദ്ഭരണത്തിനും സമൃദ്ധ ഭാരതത്തിനും സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ അഭിലാഷങ്ങളാണ് ഭാരതത്തെ വളർത്തുന്നത്. ഓരോ അഭിലാഷവും പുതിയ നേട്ടങ്ങൾക്കാണ് കാരണമാകുന്നതും ഓരോ നേട്ടവും പുതിയ അഭിലാഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഭാരതം അതിവേഗം 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറണമെന്നാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നതെന്നും ജനങ്ങളിൽ ഒരു പുതിയ ആത്മവിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിലെ വികസനം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുകയാണ്. ഇന്ന് ഭാരതത്തിന്റെ 5G വിപണി അമേരിക്കയേക്കാൾ വലുതാണ്. ഇപ്പോൾ ഭാരതം മെയ്ഡ് ഇൻ ഇന്ത്യ 6Gയിൽ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രമുഖ മൊബൈൽ ബ്രാൻഡുകൾ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഭാരതം ആഗോളതലത്തിൽ 2ാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ DPI എന്ന പുതിയ ആശയം ഭാരതം ലോകത്തിന് പരിചയപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അന്തർജാലക മേഖലയെ നമ്മൾ വളർച്ചയുടെ അടിത്തറയാക്കി. മെയ്ഡ് ഇൻ ഇന്ത്യ ചെരുപ്പുകൾ അമേരിക്കയിലും കാണുന്ന ദിവസം വിദൂരമല്ല എന്നും ഈ ചെറിയ ചിപ്പ് വികസനത്തിലേക്കുള്ള ഭാരതത്തിന്റെ യാത്രയെ അത്ഭുതപൂർവമായ ഉയരങ്ങളിലേക്ക് ഉയർത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.